ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് എങ്ങോട്ട് പോവാ രണ്ടുപേരും കൂടി? ഞങ്ങൾ അച്ഛനെ കാണാൻ തന്നെ വന്നതാ. എന്നാ പിന്നെ അമ്പലത്തിലേക്ക് വരായിരുന്നില്ലേ? അന്ന് നിങ്ങളെല്ലാരും കൂടി വീട്ടിലേക്ക് വന്നിട്ട് ഒന്ന് കാണാനോ സംസാരിക്കാൻ പോലും പറ്റിയില്ല. അതെങ്ങനെ ഒന്ന് അറിയിച്ചിട്ട് വന്നാലല്ലേ പറ്റൂ. അന്ന് പെട്ടെന്നൊരു തോന്നൽ വന്നതാ അച്ഛ. ഒരു വഴിക്ക് പോയപ്പോ വരുൺ പറഞ്ഞൊന്ന് കേറിട്ട് പോവാന്ന്. ആ മരുമകൻ ആ വിചാരമുണ്ട്, മക്കൾക്കില്ല. അച്ഛാ, അച്ഛൻ എന്തായി പറയുന്നേ? അച്ഛൻ്റെ ഒരു കാര്യം ഓർക്കാത്തൊരു നിമിഷം പോലും ഇല്ല. അതൊക്കെ എനിക്കറിയാം മോളെ. പിന്നെ അച്ഛൻ, ഞങ്ങള് വന്നതേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ. എന്താ? അത് പിന്നെ നാളെ മുതൽ ചേച്ചിയുടെ മ്യൂസിക് സ്കൂളില് ചേച്ചിക്കൊപ്പം ഞാനും കൂടി പോയിക്കോട്ടെ? എന്തിനാ? അത്തരം കാര്യങ്ങളൊന്നും ഇനി വേണ്ട. കുടുംബിനിയായിട്ട് ജീവിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അച്ഛാ, മ്യൂസിക് സ്കൂളിലൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഫിദ മാഡം പ്രത്യേകം പറഞ്ഞിട്ടാ. ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിലൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോന്ന്. അതിന്റെ റിഹേഴ്സലിന് ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിട്ടാ. അതൊന്നും വേണ്ട മോളെ. കണിമംഗലത്തുകാരുടെ രീതികള് ഇതിനോടൊന്നും യോജിക്കുന്നതല്ല. അപ്പൊ പിന്നെ നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. മാത്രമല്ല, അത്തരം ഒരു കാര്യം പറഞ്ഞ് പുറത്തിറങ്ങിയ പിന്നെ ഇവളുടെ മനസ്സിൽ പഴയതുപോലുള്ള ആഗ്രഹങ്ങൾ വീണ്ടും വരും. അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും ചെയ്യും. അങ്ങനൊന്നുമില്ല അച്ഛാ. നൃത്തം ഞാൻ പഠിച്ചതല്ലേ. ഒരിക്കലെങ്കിലും ഒരു പെർഫോമൻസിന് എനിക്ക് താല്പര്യം ഉണ്ടാവില്ലേ? അങ്ങനെ പഠിച്ച ഒരുപാട് പേര് ഈ നാട്ടിലുണ്ടാവില്ലേ മോളെ? അതൊക്കെ ഒരു കാലഘട്ടം വരെയാണ്. അത് കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കണം. അച്ഛാ, ഞാനിവൾക്ക് വാക്ക് കൊടുത്തു പോയി. അച്ഛനൊന്ന് സമ്മതിക്കണം. എന്റെ കൂടെയല്ലേ, ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒറ്റ തവണ ഈ കാര്യത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. ഈ വിവരം കണിമംഗലത്തെ എല്ലാവരോടും പറയാം. അവരെല്ലാവരും മനസ്സറിഞ്ഞ് സമ്മതം തരികയാണെങ്കിൽ മാത്രം വയ്ക്കും. അതല്ല, അവരിൽ ഒരാളെങ്കിലും ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ വച്ച് ഇത് അവസാനിപ്പിച്ചോണം. എല്ലാവരോടും ചേച്ചി സംസാരിച്ചോളൂ അച്ഛാ. കലാപരമായ കഴിവുകളെ അച്ഛൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നല്ല. പക്ഷേ അതിലും പ്രധാനപ്പെട്ട കാര്യം ജീവിതമാണ്. അതൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഏതായാലും അച്ഛൻ സമ്മതം തരുന്നു. ആ രാധിക മോളെ, ഇവിടെ നോക്കിക്കോണേ. അച്ഛന്റെ വാക്കുകൾ എപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുള്ളൂ.